ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു ആദർശിന്. അപ്പോൾ ധരണി മേഡം വേഗം തന്നെ പറയുകയാണ്, അതിനെന്താ വേണിയുടെ ഒരു ആഗ്രഹമല്ലേ, തീർച്ചയായിട്ടും ഫുഡ് കൊടുത്തോളൂ. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആദർശിനെ ഞങ്ങളൊന്ന് ഒരു സുന്ദരനാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡി കിട്ടുമ്പോൾ ഇങ്ങനൊരു ചടങ്ങ് അതുള്ളതാട്ടോ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മനസ്സിലായില്ല വേണിക്ക്. അപ്പോൾ വേണി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ധരണി മേഡം അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കുറേ നേരമായിട്ട് ആദർശിനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേണ്ട ആദർശിനെയും കൂട്ടിക്കൊണ്ട് അവർ അങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പം മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ മുഖത്തൊക്കെ പാടും, എന്താ പറയുക, ചതഞ്ഞ പാടും ഒക്കെ. ഇത് കണ്ടപ്പോൾ തന്നെ ആദർശിനും ഭയങ്കര വിഷമായി. ആദർശ വേഗം പൊത്തിപ്പിടിക്കുകയാണ് കൈയൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ വേണി ഓടി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ആദർശനെ കണ്ടപ്പോൾ തന്നെ ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആദർശനും ആകെ വിഷമായി. എന്താ ആദർശേട്ടാ ഇത്? അയ്യോ, ഇതെന്ത് പറ്റി ആദർശേട്ടാ? ആദർശേട്ടാ ഇവര് ആദർശേട്ടനെ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ പോലീസുകാരിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഞങ്ങളോ? ഇവനെ തല്ലിയതൊന്നും അല്ലിത്, ഇതേ ബാത്റൂമിൽ ഇവൻ തെന്നി വീണതാ അല്ലേടോ എന്ന് അവിടെ നിന്ന് പോലീസുകാരൻ ചോദിക്കുക. ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വേഗം കഴിക്കുക, 10 മിനിറ്റേ ഉള്ളൂ സമയം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ നോക്കി കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ വിഷമിച്ചിട്ട് അപ്പോൾ വേണി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ വേണി പിന്നെ ആദർശിനെ കൊണ്ടുപോയി ആ സീറ്റിലിരുത്തി ഫുഡ് എടുത്ത് വെച്ചു കേട്ടോ. പക്ഷേ എങ്കിലും സഹിക്കാൻ പറ്റണില്ല വേണിക്ക്. എത്ര കണ്ടിട്ടും വേണി ഇങ്ങനെ സ്റ്റക്കായിട്ട് ആദർശിനെ നോക്കുകയാണ്. അപ്പോൾ ആദർശ് അവസാനം, വേണി നിങ്ങളെ ഈ കൊലത്തിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എൻ്റെ മത്താപ്പേ എന്ന് പറഞ്ഞ് ആള് കെട്ടിപ്പിടിച്ച് നിന്ന് കരയാൻ തുടങ്ങി. വേണി മോളെ, നീയല്ലേ എൻ്റെ ധൈര്യം, നീ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, നീ തളർന്നു പോയാൽ എങ്ങനെയാ എന്ന് ചോദിച്ചു. അപ്പം എന്നാലും ആദർശേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിൽ വച്ച് കെട്ടാനാ ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ എൻ്റെ ജീവൻ പോയാലും ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല വേണി. കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇനിയും അവര് നിങ്ങളെ തല്ലുവോ? ഒരുപാട് തല്ലിയല്ലേ എന്ന് ചോദിച്ചു. ആ വേദന നിങ്ങൾ എങ്ങനെയാ സഹിക്കുക എൻ്റെ മനുഷ്യ? എനിക്ക് പറ്റില്ല. എനിക്ക് വേദന വരുമ്പോഴേ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ? അത് നിന്നെ കുറിച്ച് ഞാൻ അപ്പോൾ ഓർക്കും. നീ പറയുന്ന തമാശകള്, നിന്റെ ചിരി, പിന്നെ നിന്റെ ഓരോരോ ആറ്റിറ്റ്യൂഡ്, അതെല്ലാം ഞാൻ ഓർക്കും. നീ എന്നെ എത്ര തല്ലിയാലും പിന്നെ എനിക്ക് വേദനിക്കില്ല കേട്ടോ വേണി. എനിക്ക് അതാ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വേണി ഇങ്ങനെ നോക്കിയിട്ട്, സത്യത്തില് നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നായിരുന്നു ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത്. പക്ഷേങ്കില് എനിക്കിപ്പം മനസ്സിലായിട്ടോ മത്താപ്പേ. എന്താണെന്നറിയോ? അതെന്താന്ന് വെച്ചാല് ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുന്നില് ഈ എൻ്റെ സ്നേഹം ഒന്നും അല്ലട്ടോ മത്താപ്പേ. അതെനിക്ക് ഇന്ന് മനസ്സിലായേ. എന്നെ ശരിക്കും സ്നേഹിച്ച് കൊല്ലുവാ, ഒരു ചുക്കും അല്ലട്ടോ ഈ വേണി എന്നൊക്കെ പറഞ്ഞ് വേണി ആകെ കരഞ്ഞ് സീനാക്കി. അവസാനം ആദർശ് വിളിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നെറ്റിയില്. എൻ്റെ മോള് വിഷമിക്കല്ലേ, ഇങ്ങനെ കരയല്ലേ വേണി, സമാധാനിക്ക്, കണ്ണൊക്കെ തൂത്തു കൊടുത്തു. എന്നിട്ട് ആദർശനോട് വേഗം തന്നെ വേണി പറയാണ്, അയ്യോ ആദർശേട്ടാ 10 മിനിറ്റിലേ സമയമുള്ളൂ, വേഗം ആഹാരം കഴിക്കാം എന്ന് കേട്ടോ എന്ന് പറഞ്ഞ് വേഗം ഫുഡ് എടുത്തു. എന്നിട്ട് ആദർശിന് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആദർശ് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നു. അപ്പൊ മുഖത്തൊക്കെ നീറ്റിലും വേദനയും ഒക്കെയുണ്ട്. ആദർശേട്ടാ ഈ കേസ് നിങ്ങളുടെ തലയിലിടാനായിട്ട് ആരൊക്കെ നോക്കിയാലും, പക്ഷേങ്കില് ഈ വേണി ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കില്ല കേട്ടോ. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്നെ ആദർശേട്ടൻ കള്ളനല്ല എന്നും പിന്നെ ഈ വേണി തെളിയിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. എന്താ ആര് സഹായത്തിനില്ലെങ്കിലും ഞാനില്ലേ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേണ്ട മനുഷ്യ. നിങ്ങളുടെ കൂടെ ഈ ഞാനുണ്ടാവും, ഉറപ്പായിട്ടും നമ്മുടെ കുടുംബം ഉണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദർശനെ ചേർത്ത് പിടിക്കുക. പിന്നെ നമ്മളെ ഒരാൾക്കുണ്ടല്ലോ ഒരു തേങ്ങയും ചെയ്യാൻ സമ്മതിക്കില്ല ഈ വേണി. ജീവനോടുള്ളത്രോളം കാലം അത് ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി തന്നെ ആദർശന് വാരി കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ വേണിയുടെ മനസ്സിൽ എവിടെയോ ഒരു കരട് വീണു കേട്ടോ. എങ്ങനെ ആദർശിനെ പുറത്തിറക്കും എന്നുള്ളതാണ് ചിന്ത. പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയാണ്. അപ്പൊ ധ്രുവനും ഷാനും കിരണും ഒക്കെ നല്ല സൂപ്പർ ഇടി വാങ്ങിച്ച്
ഒരു പരുവായിട്ടുണ്ട്. ഷാന്റെ മൂക്കൊക്കെ നല്ല ചക്കച്ചുള പോലെയാണ് ഇരിക്കണത് കേട്ടോ. അപ്പൊ ദേണ്ട നമ്മുടെ നവീൻ ബ്രോ വക്കീലുമായിട്ട് വന്ന് ജാമ്യത്തിൽ ഇറക്കാണ്. അപ്പൊ പോലീസുകാരുടെ കയ്യിൽ വക്കീൽ നോട്ടീസൊക്കെ കൊടുത്തു, കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൽക്കാലം നീയൊക്കെ രക്ഷപ്പെട്ടോ. പക്ഷേ ധ്രുവ, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? എവിടെ പോയാലും എന്ത് ചെയ്താലും പോലീസ് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. ഈ കിഡ്നാപ്പിന്റെ പുറകില് നീയും നിന്റെ കൂട്ടുകാരും ആണെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നവീൻ പറയാണ്, അല്ല സാറേ, ഈ കേസ് അല്ലെങ്കിൽ കേസ് ഇവരാ ചെയ്തത് എന്ന് പറയുന്നതിനുള്ള ഏക തെളിവെന്ന് പറയണത് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ആ ഫോൺ മാത്രമല്ലേ സാറേ എന്ന് ചോദിച്ചു. അതെ, എന്തേ, അതൊരു പ്രധാനപ്പെട്ട തെളിവല്ലേ? അല്ല, ഷാനിന്റെ മൊബൈൽ ഫോൺ മോഷണം പോയതാ. സാധാരണ നമ്മുടെയൊക്കെ സാധനം എന്തെങ്കിലും മോഷണം പോയാൽ പോലീസ് പരാതി കൊടുക്കും. പിന്നെ ഇവനെന്താ പരാതി കൊടുക്കാഞ്ഞത് എന്ന് ചോദിച്ചു. സർ, ഷാൻ പരാതി കൊടുത്തിട്ടുണ്ട് സർ എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല, അതാണ് പറ്റിയത്. അതെ, ഇത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എടുത്തു കൊടുക്കുകയാണ്. ദേ, പൊന്മുടിയും ധ്രുവനും ഫ്രണ്ട്സും ഒരു ടൂർ പോയിരുന്നോ, അപ്പോഴാണ് എവിടെ വെച്ചാണ് നമ്മുടെ ഷാന്റെ ഫോൺ നഷ്ടപ്പെടുന്നത്. അന്ന് തന്നെ ആ പൊന്മുടി സ്റ്റേഷനിൽ ഇവൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പിയാണ് ഇപ്പൊ സാറിന്റെ കയ്യിൽ ഇരിക്കണത് എന്ന് പറഞ്ഞ നവീൻ പേപ്പർ കൊടുത്തു കേട്ടോ. അതെ, എന്നാ നിങ്ങള് പൊന്മുടിയിലേക്ക് ട്രിപ്പ് പോയത്? 4-ാം തീയതി. ഓക്കെ, എന്നിട്ട് എന്നാ പരാതി കൊടുത്തത് എന്ന് ചോദിച്ചു. പരാതി കൊടുത്തിരിക്കുന്നത് 6-ാം തീയതി ആണല്ലോ. 4-ാം തീയതി ഫോൺ പോകുന്നു, പിന്നെ 6-ാം തീയതി പരാതി കൊടുക്കുന്നു. അയ്യോ സാറേ, അത് പിന്നെ പൊന്മുടി വെച്ചാണ് ഫോൺ നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ. ഇവന്റെ ഫോൺ ഞങ്ങളുടെ ഫ്ലാറ്റിലുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ഷാൻ സാധാരണ ഫോൺ മറന്നു വെക്കാറ് പതിവുള്ളതാ. അതുകൊണ്ട് പിന്നെ അവൻ വീട്ടിൽ നിന്നോ ഫ്ലാറ്റിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ അത് തിരിച്ചു കിട്ടാറുമുണ്ട്. അതുകൊണ്ടാ സർ ഇത്രയും ലേറ്റ് ആയത്. ആഹാ, 7-ാം തീയതി ഗൗരിയെ കാണാതാവുന്നു, 6-ാം തീയതി പരാതി കൊടുക്കുന്നു. കൊള്ളാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സർ, കോടതി ജാമ്യം അനുവദിച്ച സ്ഥിതിക്ക് വക്കീലെ, നിങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ ഇവന്മാരെ കൊണ്ടുപോകോ, പക്ഷേ ഇവനെ ഒന്നും ഞാൻ വെറുതെ വിടുവെന്ന് മേഡം കരുതണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ല സാറേ, ധ്രുവൻ നിരപരാധിയാണ് സാറേ എന്ന് പറഞ്ഞു. ആരോ മനഃപൂർവ്വം ഈ കേസ് ധ്രുവന്റെ തലയിൽ കെട്ടിവെക്കാൻ തന്നെ നോക്കുന്നതാണ്. ധ്രുവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാരാണെന്നാണ് സാർ ആദ്യം കണ്ടെത്തേണ്ടത്. അയ്യോ, എന്റെ ജോലി നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട സാർ. നിങ്ങൾ നിങ്ങളുടെ ജോലി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് പറയേണ്ടി വരുമായിരുന്നോ? അല്ല, ഇവൻ നിന്റെ കൂട്ടുകാരനൊക്കെ ആയിരിക്കും, ഇവന് ജാമ്യവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിനക്കറിയാത്തൊരു കാര്യം ഉണ്ട്, അതെന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. നല്ല പോലീസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കേസിലെ പ്രതി ഇന്നയാളാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയും ആ കേരള പോലീസ് അവനെ പൊക്കിയിരിക്കും. ഇവന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും, ഒരു ഭയവും വേണ്ട എന്ന് പറഞ്ഞു. ശരി ശരി, പൊയ്ക്കോ എന്ന് പറഞ്ഞ ഇവന്മാരെ അങ്ങോട്ടേക്ക് ജാമ്യത്തിൽ വിടുകയാണ്. അപ്പൊ വക്കീല് അവരെ കൂട്ടിക്കൊണ്ട് പോയി. വക്കീല് പുറത്തിറങ്ങിയിട്ട് എന്നാ ശരി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അങ്ങ് പോയി കേട്ടോ. അപ്പൊ നവീനും ധ്രുവനും അതുപോലെ തന്നെ ഷാനും കിരണും ഒക്കെ കൂടെ നിൽക്കാണ്. നവീൻ ബ്രോ, എന്നെ ഈ കേസിൽ ആരോ നന്നായി പെടുത്തിയതാണ്. ധ്രുവ, നിന്നെ കുരുക്കിയത് ആരാണെങ്കിലും അവൻ അതെന്താണെങ്കിലും നാളെ എനിക്ക് വേണ്ടിയിട്ടും കുരുക്കൊഴുക്കും, ഉറപ്പാ. എന്നാലും ഇത് ആരായിരിക്കും ചെയ്തിരിക്കുക? അതൊക്കെ കണ്ടുപിടിക്കാം, നീ ഒന്ന് സമാധാനപ്പെട്. പോലീസുകാര് നിന്നെ നന്നായി ഉപദ്രവിച്ചു അല്ലടാ. സത്യം പറഞ്ഞ എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലാ ഞാനിപ്പോ. സാരമില്ല, നമുക്ക് നീ എനക്ക് കിട്ടിയ ഓരോ ഇടിക്കും നമ്മളെ തിരിച്ച് കണക്ക് ചോദിച്ചിരിക്കും. എനിക്ക് ഈ പണി തന്നത് ആരാണെന്നറിയാതെ എങ്ങനെയാ നമ്മൾ അവരോട് കണക്ക് ചോദിക്കാം? നീ തൽക്കാലം അധികം ശരീരം ഇറക്കണ്ട, ടാക്സി എടുത്ത് നീ വീട്ടിലേക്ക് പോയിക്കോ. അല്ല നവീൻ ബ്രോ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ഇല്ലെന്നേ, എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, വൈകുന്നേരം കാണാം. ശരി എന്ന് പറഞ്ഞ് നവീൻ പതുക്കെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടായിട്ടോ. അപ്പൊ ശരിക്കും റേറ്റിംഗ് ഉള്ള നല്ല ആയുർവേദ ഹോസ്പിറ്റലിൽ നോക്കിയോ, നേരെ അവിടെ പോയി നമുക്ക് അഡ്മിറ്റ് ആവാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണോ എന്ന് ചോദിച്ചു. നല്ലൊരു വൈദ്യരെ കണ്ടുപിടിച്ചാ പോരെ? അപ്പൊ കിരൺ വേഗം തന്നെ, അല്ല അന്ന് ജോലി ചോദിച്ചൊരു വൈദ്യര് വന്നില്ലേ, അയാള് പോരെ? ആരായാലും മതി, പക്ഷെ ട്രീറ്റ്മെന്റ് ഇന്ന് തന്നെ തുടങ്ങണം.
അതിലൊരു എക്സ്ക്യൂസും ഇല്ല. എന്താണെങ്കിലും ആദ്യം ഒരു ചായ കുടിക്കാം, എന്നിട്ടൊരു ടാക്സി വിളിക്കാം എന്ന് പറഞ്ഞ ഇവന്മാരെ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ഗൗരിയും ശംഖുവും കൂടെ അവിടെ വന്ന് നിന്ന് ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഒതുക്കത്തിൽ വന്ന് നിന്ന് രണ്ടുപേരോട് സംസാരിക്കായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ശങ്കറിന്റെ മുന്നിലേക്ക് ധ്രുവനെ താങ്ങി പിടിച്ചു വരുന്ന ഷാനിനെയും കിരണിനെയും കണ്ടത്. അപ്പൊ ഞെട്ടിപ്പോയി കേട്ടോ ഇവര്. വേഗം തന്നെ എന്താ എന്താ ശങ്കർ എന്ന് ചോദിച്ചു. അപ്പൊ ഗൗരി നോക്കിയപ്പം ആ കാഴ്ച കണ്ടു. അയ്യോ, ഇനി എന്ത് ചെയ്യും, ആകെ പെട്ടല്ലോ. അപ്പൊ വേഗം തന്നെ ഗൗരിയും പിടിച്ച് ശക്കല അങ്ങോട്ടേക്ക് മാറി നിൽക്കാണ് രണ്ടുപേരൂടെ. ഇനിയിപ്പോ ഡാ ദേ കടാ വാ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ ഇവന്മാരും നേരെ ഈ കടയിലേക്ക് തന്നെ ഇങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ സ്റ്റൂളൊക്കെ എടുത്ത് നമ്മുടെ ധ്രുവനെ അവിടെ ഇരുത്തുകയാണ്. ആഹാ, ധ്രുവനാണ് നിക്കത്തില്ല, നടക്കത്തില്ല, അതുപോലത്തെ ഇടിയാണ്, നല്ല ഇടിയാണ് ഇരുപ്പം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവന്മാര് പിടിച്ച് അവിടെ ഇരുത്തി ഗൗരിയും ശങ്കറും വളരെ ക്ഷമയോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവന്മാരെന്താ പറയുന്നതെന്ന് അറിയണമല്ലോ, ഇവന്മാരിനി എന്താ പ്ലാൻ എന്ന് പറയണം. അപ്പൊ ഇവന്മാരെ അത് ഇടയ്ക്ക് കൊണ്ടിരുത്തി, ശങ്കർ, ധ്രുവൻ നമ്മളെ കണ്ട സകലതും കുഴപ്പത്തിലാവും, ഇനി എന്ത് ചെയ്യും? നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ആ ഹെൽമെറ്റ് എടുത്ത് വെച്ചാ പോരെ, പിന്നെ അവന്മാര് തിരിച്ചറിയില്ല. ഫോ മച്ചാനെ, നല്ല പോഷകാരം കഴിച്ചില്ലെങ്കിൽ പണി പാളൂട്ടോ. ആ ഇരുമ്പൻ അമ്മാതിരത്തെ ഇടിയ ഇടിച്ചത്, എന്റെ അമ്മോ രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇവന്മാര്. ചേച്ചി, അല്ല പുഴുങ്ങിയ മുട്ടയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ധ്രുവ, പുഴുങ്ങിയ മുട്ടയില്ലാന്ന്, എന്നാ ഏത്തപ്പഴം ഉണ്ടോന്ന് ചോദിക്കടാ എന്ന് പറഞ്ഞു. ആ ചേച്ചി, ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അതുമില്ല. ഏത്തപ്പഴവും ഇല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ചേച്ചി, ഒരു ഗ്ലാസ് പാലെങ്കിലും കിട്ടുമോ? അതുമില്ല, സോറി, ഇവിടെ കട്ടൻ ചായ മാത്രമേ ഉള്ളൂ. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇതാ കഷ്ടകാലം. ആ ഗൗരി എവിടെയാണെന്ന് പോലീസ് എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ഇട്ടിക്കൊണ്ടൊരു പരുവാവും. പോലീസുകാരുടെ ഇടി പിന്നെ സഹിക്കാം. ആ ശങ്കർബായുടെ ഇടി എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് ആരാണെങ്കിലും ശങ്കർബായിയും പോലീസും പൊക്കുന്നതിന് മുൻപ് നമ്മൾ പൊക്കണം. ധ്രുവ, അവനൊക്കെ വൺ ടീം ആയിരിക്കും. അവൻ ആരാണെങ്കിലും ഏത് കൊമ്പനാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അവനെ പൊക്കുക തന്നെ ചെയ്യും മച്ചാനെ. എന്നിട്ട് അവന്റെ പുറത്ത് ഞാൻ ഇരുമ്പിന്റെ കട്ടി കൊണ്ട് ഇടിച്ചിടിച്ച് ഞാൻ പൊള്ളും അവനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ ഗൗരിയും ശങ്കറും ഇങ്ങനെ പൊത്തി നിന്ന് ചിരിക്കുക കേട്ടോ. സത്യം പറയട്ടെ, ആ ഇരുമ്പൻ സജീവൻ മച്ചാനെ ഉണ്ടല്ലോ ഇടിച്ചൊരു പരുവാക്കി. മച്ചാനെ, ദേ ഗൗരി കാരണം ഒരു പണി എനിക്ക് കിട്ടി. ഗൗരി എവിടെ പോയെന്ന് പോലും അറിയാത്ത ആ ശങ്കർ ഭായിയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഇത്തിരി ആശ്വാസം തോന്നുന്നുണ്ട്. അല്ല ശങ്കു, നമ്മുടെ ഹെൽമെറ്റ് എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചോ. അത് ഞാൻ നൈസായിട്ട് എടുക്കാം, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് വേഗം നൈസായിട്ട് കുനിഞ്ഞ് നേരെ പൈസയൊക്കെ കൊടുത്തു ശങ്കർ വേഗം ചെന്ന് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുകയാണ് ഇവര്. ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇവന്മാര് ശ്രദ്ധയിലേക്ക് ഈ ബൈക്ക് പെടുകയാണ് കേട്ടോ. നല്ല കിടു വണ്ടിയാണല്ലോടാ, സൂപ്പർ വണ്ടി. അപ്പൊ വേഗം തന്നെ ആൾ എഴുന്നേറ്റിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. വണ്ടി ഭ്രാന്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പൊ വേണ്ട വണ്ടി എടുത്ത് വെച്ച് നോക്കാണ്. അപ്പൊ ശങ്കർ, നമുക്ക് ഒന്നുമില്ല, നീ ഹെൽമെറ്റ് ധൈര്യമായിട്ട് വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരിയും ശങ്കറും ഹെൽമെറ്റ് ഒക്കെ വെച്ചു. എന്നിട്ട് സൂപ്പർ, ഇവന്മാരെ വണ്ടിയെ കുറിച്ച് ഇങ്ങനെ ഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പൊ ശങ്കർ പോയി വണ്ടി എടുത്തു. അപ്പൊ പുറകെ തന്നെ ഗൗരിയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ വേഗം തന്നു ശങ്കർ വണ്ടിയിൽ കയറി, ഗൗരിയും വണ്ടിയിൽ കയറി. ആഹാ ബ്രോ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എക്സ്ട്രൂഡി എന്ന് പറഞ്ഞ ഒരു മോഡലാണോ എന്ന് ചോദിച്ചു. എന്റെ ശങ്കർ ഭായിയെ പോലെയാ, പവർ ഐറ്റമാ. ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെങ്കിലും എന്റെ മുന്നിൽ വന്ന് ചാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ശങ്കർ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്തപ്പം ഈ താക്കോല് നേരെ താഴേക്ക് വീണു കേട്ടോ. പാവം ധ്രുവൻ എഴുന്നേക്കാൻ പോലും വയ്യ. എങ്കിലും കുനിഞ്ഞു നിന്ന് താക്കോലെടുത്ത് ശങ്കറിന്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ എങ്കിലും ശങ്കർ ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. നേരെ വച്ച് പിടിപ്പിച്ച് ശങ്കർ അങ്ങ് പോയി കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും എന്നാലും അവന് അത്ര സഹായം ചെയ്തു കൊടുത്തിട്ട് അവരൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല കേട്ടോ. കഷ്ടം തന്നെ, നമ്മുടെ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഓർക്കുമ്പോഴാ ഞാൻ കഷ്ടം തന്നെ എൻ്റെ ഷാനേ. ഇതെന്താണെങ്കിലും നന്മ നശിച്ചുകൊണ്ടിരിക്കുക മച്ചാനെ, നീ വാ എന്ന് പറഞ്ഞ് ധ്രുവനെയും കൂട്ടിക്കൊണ്ട് ഇവൻ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്.
അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർബായിയാണ്. ആഹാഹാ, ശങ്കർബായി പല രീതിയിലുള്ള ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ വൃന്ദ. എന്താ സ്റ്റൈല്! അപ്പോൾ പല രീതിയിൽ ഈ ജീൻസും ടീഷർട്ടും ഒക്കെ ഒന്നും ഇടാറില്ലല്ലോ. അപ്പോൾ അതിട്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചെയ്യാണ്. 4-5 എടുത്തിട്ടുണ്ട്, അത് പോരെ? ആ, മതി ധാരാളം. നമ്മളെപ്പോഴും ഈ മുണ്ടിലും ഷർട്ടിലും ഒക്കെ അല്ലേ നമ്മുടെ ചങ്കുകൾ എപ്പോഴും പറയും ജീൻസ് ഇട്, ടീഷർട്ട് ഇട് ശങ്കർബായി എന്നൊക്കെ. വല്ലപ്പോഴുമാണ് ഒരു വെറൈറ്റി ലുക്ക് പിടിക്കണത്. അപ്പോൾ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ? ശങ്കർബായിക്ക് ഈ ഡ്രസ്സ് നല്ല ലുക്കാട്ടോ, പിന്നെ എന്തിനാ മാറ്റണത്? എൻ്റെ പെങ്ങളൂട്ടി, ഈ ശങ്കർബായിക്ക് മുണ്ട് ഷർട്ടും തന്നെ ചേരുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുണ്ടൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് മടക്കി കുത്തി മീശയൊക്കെ പിരിച്ച് അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ഈ ജീൻസും ടീഷർട്ടും ഇട്ടാൽ കിട്ടുമോ? നീ പറ. ഞാൻ ഇതൊന്ന് വേഗം ഒന്ന് ഇറങ്ങട്ടെ. ഏട്ടൻ അവിടുന്ന് സ്കൂട്ടാകാണെന്ന ചേച്ചിയോടൊന്ന് പറഞ്ഞേ. അയ്യോ ശങ്കർബായിക്ക് ചെറിയൊരു പണി വരുന്നുണ്ടേ. എനിക്കോ? എന്തിട്ടു പണി? അതൊക്കെ യോഗിനി അമ്മ പറയും എന്ന് പറഞ്ഞ വൃന്ദ അങ്ങോട്ടേക്ക് പോയി. എനിക്കിട്ട് പണിയോ? യോഗിനി അമ്മ ഇനിയിപ്പോൾ എന്താണാവോ പറയാൻ പോണത്? ഷോ, എന്ത് പറയുമായിരിക്കും? അപ്പം കാര്യം ഇത്തിരി സീരിയസ് ആയിരിക്കുമല്ലോ. ശങ്കുവിനൊരാശങ്ക. അപ്പോൾ അതേ ശങ്കുവിരൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ യോഗിനിയമ്മ പറഞ്ഞു, ഗൗരി ഒരു ആഗ്രഹം പറഞ്ഞു, ശങ്കർ അത് അവൾക്ക് സാധിച്ചു കൊടുക്കണം. അത്രേ ഉള്ളോ? ഗൗരി, എന്താ നിന്റെ ആഗ്രഹം? പറഞ്ഞേ കേൾക്കട്ടെ. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകണം എന്നാണോ? അതോ ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം എന്നാണോ? അയ്യോ, എന്താണെങ്കിലും നീ ധൈര്യമായിട്ട് പറഞ്ഞോ, നമുക്ക് നടത്തിയെടുക്കാന്നേ. അയ്യോ, അതൊന്നുമല്ല എന്ന് പറഞ്ഞു. എൻ്റെ ആഗ്രഹം ശങ്കർ സാധിച്ചു തരുമെന്ന് ഉറപ്പാണല്ലോ. യോഗിനിയമ്മ ഇത് കേട്ടോ, ഇതെന്ത് ചോദ്യം അവള് ചോദിക്കണത്? നിന്റെ ഏതെങ്കിലും ഒരാഗ്രഹം ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? പറയാം. ഞാൻ എന്നാഗ്രഹിച്ചാലും ശങ്കർ അത് നടത്തി തരാറുണ്ട്. പക്ഷേ ഈ പറയാൻ പോകുന്ന കാര്യം ശങ്കർ സമ്മതിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാ ശങ്കർ. സമ്മതിക്കുമെന്ന് ഡൗട്ടുണ്ടെന്നോ? എൻ്റെ ഗൗരി, നിനക്കൊരു ഡൗട്ടും വേണ്ട കേട്ടോ. ശങ്കർബായി വാക്ക് തന്നിരിക്കുക. നീ ആഗ്രഹിക്കുന്ന എന്താണെങ്കിലും അത് നടന്നിരിക്കും. അത് ശങ്കർബായിയുടെ വാക്കാ, പോരെ? ആ, അവൻ വാക്ക് തന്ന സ്ഥിതിക്ക് നീ നിന്റെ ആഗ്രഹം ധൈര്യമായിട്ട് പറഞ്ഞു മോളെ, അവനത് നടത്തി തരും എന്ന് പറഞ്ഞു. അങ്ങനെ പറയും യോഗിനി അമ്മേ. അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞോ? പറയട്ടെ, പിന്നെ വാക്ക് മാറില്ലല്ലോ അല്ലേ? ഇല്ലന്നേ, യോഗിനി അമ്മയും പെങ്ങളോട്ടിയും സാക്ഷിയല്ലേ? ശരി, വാക്ക് മാറില്ല. പറഞ്ഞോ വേഗം പറഞ്ഞോ. ശങ്കർ SSLC എഴുതണം. എന്തുട്ട്? നീ എന്താ പറഞ്ഞത്? SSLCയോ എന്ന് ചോദിച്ചോ? എൻ്റെ അമ്മോ! ആ, ശങ്കർ 10ാം ക്ലാസ് എഴുതിയെടുക്കണം എന്ന്. എൻ്റെ അമ്മോ, എൻ്റെ ഗൗരി, ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ എൻ്റെ പൊന്നു ഗൗരിയെ. വടക്കുന്നതാ നീ. എന്നെ പിടുത്തി കളഞ്ഞല്ലോ, പറഞ്ഞും പോയല്ലോ. ശങ്കർ എനിക്ക് വാക്ക് തന്നതാ, മറക്കണ്ട. യോഗിനി അമ്മയും വൃന്ദയും സാക്ഷിയാട്ടോ, അത് മറക്കണ്ട. അതെ ഗൗരി, എനിക്ക് നിന്റെ ആഗ്രഹം നടത്തി തരണമെന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ തുമ്പിയെ കൊണ്ടേ പാറക്കല്ലെടുക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പഠിച്ച് 10ാം ക്ലാസ് ജയിച്ചിട്ട് അതൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ നിൽക്കുന്നു, വൃന്ദ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.